ഓക്കെ, അപ്പം നമ്മൾ അവധാരണം ഗദ്യം എന്നുള്ള ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ ഗദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് ആണെന്ന് നമുക്കറിയാം. പാരഗ്രാഫിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന് നമ്മൾ എന്താണ്ട് കഴിഞ്ഞ വീഡിയോകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു അവധാരണം ഗദ്യം എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതൊന്നും ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഗദ്യത്തിൻ്റെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് എന്താണ് ഒരുപാട് വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും എന്തിനാണ് ഇത് ഇത്രത്തോളം എന്ന്. ഇത് ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിൽ പഠിക്കാൻ പറ്റില്ല. 10 മാർക്കാണ് ഗദ്യം പദ്യം എന്നീ 2 ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഗദ്യത്തിൽ നിന്നുള്ള 5 മാർക്ക് എനിക്ക് തോന്നുന്നു എന്നെ ഞാൻ പഠിപ്പിച്ച പല സ്റ്റുഡൻസും പലപ്പോഴും ഒരു ഗൗരവത്തിൽ കാണാതെ പോയിട്ട് മാർക്ക് പോയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഗദ്യം എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു ഗദ്യമല്ലേ, അതിപ്പോൾ നമുക്ക് വായിച്ചൊരു ഉത്തരം വളരെ നെവർ മൈൻഡ് ആക്കി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ലാവിഷ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു 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 ഭയങ്കര കൂളായിട്ട് അല്ലെങ്കിൽ ഒരു 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 അലസമായിട്ടുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് 5 മാർക്കിൽ 4 മാർക്ക് വരെ പോയ ടീമുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പരീക്ഷേൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഉത്തര കീ ഒത്തു നോക്കും അല്ലെങ്കിൽ ആൻസർ കീ വന്ന് നോക്കുമ്പോൾ നമ്മൾ എഴുതി ഉത്തരും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ആൻസർ കീ ഒക്കെ ആകെ തെറ്റായിരിക്കും. കാരണം എന്താണ്, അത് അത്രയും ലാഘവത്തോടെ കണ്ടിട്ടുള്ളതാണ്. ലാഘവത്തോടെ അല്ലെങ്കിൽ അലസമായിട്ടുള്ള രീതിയിൽ കണ്ടിട്ട് മാർക്ക് പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓരോ ക്ലാസ്സിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഗദ്യത്തിൻ്റെ ഭാഗം വായിച്ച് അർത്ഥം പറഞ്ഞ് എല്ലാ ഉത്തരങ്ങളും ചെയ്യിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായനാശീലം വളർത്താൻ വേണ്ടിയിട്ടാണ്. ആ വായനാശീലം വളർന്നാൽ മാത്രമേ ഗദ്യം വായിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നുള്ളൂ. ആ ഗദ്യം വായിച്ചിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിൻ്റെ അർത്ഥവും മറ്റു കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞതും എന്താണ്, കഴിഞ്ഞ വീഡിയോസിലായിട്ട് പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കാം. ഏതൊക്കെ ടൈപ്പാണ്, അപ്പോൾ നമ്മൾ മീഡിയം ആണോ എന്താ പറയുക സ്ട്രോങ് ആണോ എന്നൊക്കെ നോക്കിയ രീതിയിൽ നമ്മൾ പദ്യവും ഗദ്യവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ 5 ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാവില്ല. അതിലൊരു 4 ചിലപ്പോൾ ഒരു മീഡിയം ലെവലും 2 ടഫും 1 ഭയങ്കര ടഫും അങ്ങനെയൊക്കെ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കി നോക്കാം നമുക്ക് ഏത് രീതിയിലാണ്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഏത് ലെവലിൽ വരുന്നതാണ് എന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ ഭാഗത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഭാഗം ഞാൻ വായിച്ചു തരാം, എന്നിട്ട് ഞാനത് എന്ത് ചെയ്യാം, അതിനർത്ഥം കൂടി പറഞ്ഞുതരാം. വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ എന്തൊക്കെയോ ചിലത് അവയിലുണ്ട് എന്ന് കരുതപ്പെടുന്ന കൃതികളെയാണ് നാം ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ അവയുടെ ഓരോ വായനയും പുനർവായനയാണ്. ഓരോ കാഴ്ചയും വീണ്ടുമുള്ള കാഴ്ചയുമാണ്. പറയാനുള്ളത് തികച്ചും നമ്മോട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാത്ത കൃതിയാണ് ക്ലാസിക്കാവുന്നത്. അതിന് ഇനിയും നമ്മോട് പറയാനുണ്ട്. അതിനായി കണ്ണും കാതും മനസ്സും തുറന്നിടുക. ഒരു രചന ക്ലാസിക്കാവുന്നത് നമുക്കറിയാത്ത എന്തെങ്കിലും അത് പുതുതായി പഠിപ്പിക്കുന്നത് കൊണ്ടാവണം എന്നില്ല. നമുക്കറിയാവുന്ന പലതും പുതിയ വെളിച്ചത്തിൽ കാണാൻ നമ്മളെ ക്ലാസിക്കാവുന്നത് പുതുതായി പഠിപ്പിക്കുന്നത് കൊണ്ടാവണം എന്നില്ല. നമുക്കറിയാവുന്ന പലതും പുതിയ വെളിച്ചത്തിൽ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടും ആവാം. ഒരു ക്ലാസിക്കിനെ അതിനെ പിന്തുടർന്നു വരുന്ന ഇതര ക്ലാസിക്കുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ചരിത്ര സാമൂഹിക പശ്ചാത്തലം, ശൈലി, പൈതൃകത്തിൽ അത് വരുത്തുന്ന സവിശേഷമായ വിച്ഛേദങ്ങൾ ഇവയെല്ലാം ഒരു ആസ്വാദകന്റെ പരിഗണനയ്ക്ക് വിധേയമാകും. വർത്തമാന മുഹൂർത്തങ്ങളെ പശ്ചാത്തലത്തിലാക്കിക്കൊണ്ട് പഴയൊരു കാലത്തെ സന്ദർഭങ്ങളെ വർത്തമാനത്തിൽ കൂടി പ്രസക്തമാക്കുന്ന വിധത്തിൽ പ്രസക്തമാകുന്ന വിധത്തിൽ സക്രിയമോ സജീവമോ ആക്കി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ക്ലാസിക്കുകൾക്ക് കഴിവുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞത്? ക്ലാസിക്കുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താണ് ക്ലാസിക്കുകൾ? വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ എന്തൊക്കെയോ ചിലത് അവയിലുണ്ടെന്ന് കരുതപ്പെടുന്ന കൃതികളെയാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൃതിയാണത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ രമണൻ എന്ന് പറയുന്ന കവിത. കാനന ഛായയിൽ ആടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, കേട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള വാക്കുകളാണ് അല്ലേ.
ഒരു കാറ്റെങ്ങാൻ വീശി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു രമണനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ക്ലാസിക്കുകളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു കൃതിയാണ് ഇത് രമണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് അത് ഓരോ തവണ വായിക്കുമ്പോഴും, അല്ലെങ്കിൽ അതിന് ആ ഒരു അഭിപ്രായത്തിനോട് യോജിപ്പില്ലാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ ചില ആളുകൾക്ക് രമണൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ വായനയ്ക്ക് ഇപ്പോൾ രമണൻ ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ കുറേ അർത്ഥങ്ങളായി കിട്ടും നമുക്ക്. ഇതിൽ കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്ക് എന്തുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ഭീമന്റെ കഥ പറയുന്ന ഒരു നോവലാണ്. അപ്പോൾ ആ നോവലിനൊക്കെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും പലരും ക്ലാസിക് കൃതി എന്ന് വിശേഷിപ്പിക്കും. അതായത് ഓരോ തവണ വായിക്കുമ്പോൾ എന്താണ് 2-3 വട്ടമൊക്കെ വായിക്കാനുള്ളതുണ്ട്. അതായത് നമ്മൾ പറയില്ലേ 2-3 വായിക്കാനുള്ള ഐറ്റം അതുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ചില സിനിമകൾ, ഇതിനധികം നമ്മൾ ചില സിനിമകൾ ക്ലാസിക്കുകളാണ്. ഒരിക്കലും മടുക്കൂല. അത് മടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഓരോ തവണ കാണുമ്പോൾ ഇത് അങ്ങനെയായിരുന്നു, പുതിയ എന്തൊക്കെയോ അർത്ഥം നമുക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ളത് തന്നെയാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറയാം. ഒന്നാമത്തെ വരി അത് തന്നെയാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ എന്തൊക്കെയോ ചിലത് അവയിലുണ്ട് എന്ന് കരുതപ്പെടുന്ന കൃതികളെയാണ് നാം ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ അവയുടെ ഓരോ വായനയും പുനർവായനയാണ്. അതായത് നമ്മൾ ഓരോ വട്ടം വായിക്കുമ്പോഴും വീണ്ടും വായിക്കപ്പെടുകയാണ്. ഓരോ കാഴ്ചയും വീണ്ടുമുള്ള കാഴ്ച. അതായത് നോവലിലോ കവിതയിലോ കാണുന്നത് എന്താണ്, വീണ്ടും ഓരോ കാഴ്ച കാണുന്നത് പോലെയാണ്. പറയാനുള്ളത് തികച്ചും നമ്മോട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാത്ത ഇനിയും നമ്മോട് പറയാനുണ്ട്. അതായത് ഈ ഒന്നും കൃതിയാണ്. അതായത് ഈ കൃതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ അത് മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നില്ല. ഇനി എന്തൊക്കെയോ നമുക്ക് പറയാനുണ്ട് നമ്മളോട് എന്നുള്ള എന്താണ് ഒരു തോന്നലാണ്. അതിനായി കണ്ണും കാതും മനസ്സും തുറന്നിട്ട്, അതായത് നമ്മൾ ഓരോ വട്ടം വായിക്കുമ്പോഴും നമ്മുടെ ഫുള്ളി കോൺസെൻട്രേറ്റ് ആയിട്ട് കണ്ണും കാതും മനസ്സൊക്കെ തുറന്നിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു പുതിയ അർത്ഥത്തെ നമുക്ക് തിരിച്ചറിയാം. അത് വെറുതെ വായി തോന്നിയുമ്പോൾ ഒരു വായിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു രചന ക്ലാസിക് ആവുന്നത് നമുക്കറിയാത്ത എന്തെങ്കിലും അത് പുതുതായി പഠിപ്പിക്കുന്നത് കൊണ്ടാവണം എന്നില്ല. അതായത് നമുക്കിപ്പോൾ ഒരു കൃതി ക്ലാസിക് എന്ന് പറഞ്ഞാൽ പുതിയൊരു അറിവ് ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ രണ്ടാമൂഴം ഭീമന്റെ കഥയാണ്. മഹാഭാരതം എല്ലാ ആളുകൾക്കും അറിയുന്ന കഥയാണ്. പക്ഷെ എന്തുകൊണ്ടാണത് ആ ഭീമന്റെ കഥ മഹാഭാരതത്തിൽ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഭീമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഭീമന്റെ അവസ്ഥകളൊക്കെ, ഭീമൻ ആരായിരുന്നു നമുക്കറിയാം, പാഞ്ചാലിന് ഒരു ഭർത്താക്കന്മാരിൽ ഒരാളായിരുന്നു. ഭീമൻ ശക്തിമാനായിരുന്നു. പക്ഷെ പാഞ്ചാലിക്ക് എപ്പോഴും ഇഷ്ടം ഭീമനോടായിരുന്നു. പക്ഷെ ഭീമന് പാഞ്ചാലി എന്ന് പറഞ്ഞാൽ എന്താണ്, പാഞ്ചാലിക്ക് എപ്പോഴും ഇഷ്ടം അർജുനനോടായിരുന്നു. പക്ഷെ ഭീമന് പാഞ്ചാലി ആരായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഭീമന് പാഞ്ചാലിയോട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലും എന്താ പറയുക ഒരു കഥയെ എന്താണ് വീണ്ടും പ്രത്യേക ഒരു തലത്തിൽ പുതിയ വെളിച്ചത്തിൽ വായിക്കുന്നതിനാണ് നമ്മൾ ക്ലാസിക്. അപ്പോൾ അടുത്ത വരി നോക്കൂ. അതത് പുതുതായി പഠിപ്പിക്കുന്നത് കൊണ്ടാവണം എന്നില്ല, നമുക്കറിയാവുന്ന പലതും പുതിയ വെളിച്ചത്തിൽ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടുമാവാം. അതായത് എന്താണ്, ഇപ്പോൾ ഭീമന്റെ കഥ ആ രണ്ടാമൂഴം വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്താണ്, ഭീമന്റെ ആ ഒരു കഥ പുതിയൊരു തലത്തിലേക്കാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പുതിയൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തുക. ആ ഭീമന്റെ കഥ ഇങ്ങനെയൊക്കെ വായിക്കാമോ, നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു ക്ലാസിക്കിനെ അതിനെ തുടർന്ന് വരുന്ന ഇതര ക്ലാസിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ക്ലാസിക്കിൻ്റെ കൃതിയെ എന്താണ് മറ്റ് ക്ലാസിക്കുകൾ, അതായത് മറ്റ് ഇതേപോലെ ക്ലാസിക് കൃതിയുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അതിൻ്റെ ചരിത്ര സാമൂഹിക പശ്ചാത്തലം, ശൈലി, പൈതൃകത്തിൽ അത് വരുത്തുന്ന സവിശേഷമായ വിച്ഛേദങ്ങൾ എന്നിവയെല്ലാം ഒരു ആസ്വാദകൻ്റെ പരിഗണനയ്ക്ക് വിധേയമാകും. അതായത് ഒരു ക്ലാസിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്തൊക്കെ സമൂഹത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതിൻ്റെ രീതി എങ്ങനെയാണ്, ശൈലി എങ്ങനെയാണ്, അതെന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ആസ്വാദകനെ അല്ലെങ്കിൽ ഒരു വായനക്കാരന് മനസ്സിലാകും. വർത്തമാന മുഹൂർത്തങ്ങളെ പശ്ചാത്തലത്തിലാക്കിക്കൊണ്ട് പഴയൊരു കാലത്തെ സന്ദർഭങ്ങളെ വർത്തമാനത്തിൽ കൂടി പ്രസക്തമാക്കുന്ന വിധത്തിൽ, അതായത് ഒരു പഴയ കാലത്തെ അല്ലെങ്കിൽ പഴയൊരു സംഭവത്തെ അതായത് പഴയൊരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആശയത്തെ പുതിയ രീതിയിൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ കൂടി പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സക്രിയമോ സജീവമോ ആക്കി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന രീതിയിൽ എന്താ പറയുക വെക്കുന്നതിനാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ക്ലാസിക് കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലും എന്താണ് നമുക്ക് എല്ലാ തരത്തിലും പുതിയത് അല്ലെങ്കിൽ ഒരു ന്യൂ എന്ന് പറയുമ്പോൾ ഒരു പഴയ ചിന്തയാണെങ്കിൽ ഒരു പുതിയ തരത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന വീണ്ടും വീണ്ടും വായിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേരയുടെ ഒരു ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ചോദ്യം 141ാമത്തെ ചോദ്യം, ലേഖകന്റെ അഭിപ്രായത്തിൽ ക്ലാസിക്കുകൾ വർത്തമാനകാലത്തും പ്രസക്തമായി തീരുന്നത് എന്തുകൊണ്ടാണ്? അതായത്
വർത്തമാനകാലത്തും ക്ലാസിക്കുകൾ പ്രസക്തമായി തീരുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, പഴയകാല സംഭവങ്ങളെ വർത്തമാനത്തിൽ കൂടി പ്രസക്തമാക്കുന്നത് കൊണ്ട്. വർത്തമാനകാല സംഭവങ്ങൾ അതുപോലെ അവയിലുള്ളത് കൊണ്ട്. ക്ലാസിക്കുകൾക്ക് വർത്തമാനകാലത്തും വായനക്കാർ ഉള്ളതുകൊണ്ട്. ക്ലാസിക്കുകൾ ഉണ്ടാകുന്നത് വർത്തമാനത്തിലായതുകൊണ്ട്. ഇതിൽ 4 ഓപ്ഷനിൽ നമുക്ക് എന്താണ്, ഈ പാരഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? ഇവിടെ നോക്കൂ, വർത്തമാന മുഹൂർത്തങ്ങളെ പശ്ചാത്തലത്തിലാക്കിക്കൊണ്ട് പഴയ കാലത്തെ സന്ദർഭങ്ങൾ വർത്തമാനത്തിൽ കൂടി പ്രസക്തമാകുന്ന വിധത്തിൽ നൽകിയ വിധത്തിൽ സക്രിയമോ സജീവവുമായി. അപ്പോൾ ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വർത്തമാനകാലത്തും പ്രസക്തമായി ക്ലാസുകൾ തീരുന്നതിന് കാരണം ഇതല്ല അതിന് ഉത്തരമായിട്ട് വരുന്നത്. ഇതല്ല ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പഴയൊരു കാലത്തെ സന്ദർഭങ്ങളെ വർത്തമാനത്തിൽ കൂടി പ്രസക്തമാക്കുന്നു. ഇവിടെ അതേ സെന്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താണ്. എന്ത്? പഴയകാലത്തെ സന്ദർഭങ്ങളെ വർത്തമാനത്തിൽ കൂടി പ്രസക്തമാക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ, ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ആദ്യത്തെ 144 ചോദ്യം എന്താണ്? വളരെ സിമ്പിൾ ചോദ്യമാണ്. ആ പാരഗ്രാഫിൻ്റെ ആ വരികൾ തന്നെ തിരിച്ചിങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ വരികളിൽ നിന്ന് തന്നെ എന്താണ് തിരിച്ചിട്ട് തന്നിട്ടുണ്ട്. അടുത്തത് ഈ ഓപ്ഷൻ ബി നോക്കൂ, വർത്തമാനകാല സംഭവങ്ങൾ ഉള്ളതുപോലെ അവയിലുള്ളത് കൊണ്ട്. അത് ഒരു നമുക്ക് വേഗം ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ക്ലാസിക്കൽ വർത്തമാനകാലത്ത് വായനക്കാർ ഉള്ളത് കൊണ്ട്, അതും എന്താണ് നമ്മൾ പാരഗ്രാഫിൽ പറയാത്തൊരു കാര്യമാണ്. ഓപ്ഷൻ ഡി, ക്ലാസുകൾ ഉണ്ടാകുന്നത് വർത്തമാനകാലത്ത് ആയതുകൊണ്ട്. വർത്തമാനകാലത്ത് മാത്രമാണോ ക്ലാസുകൾ ഉണ്ടാവില്ല? വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാലമാണ് കേട്ടോ. മുന്നേ ഉണ്ടാകും. ഇനി എന്താണ്? ഭൂതകാലം അല്ലെങ്കിൽ ഭൂതകാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഭാവിയിലും ക്ലാസുകൾ ഉണ്ടല്ലോ. വർത്തമാനകാലത്തിൽ മാത്രമല്ല എന്തുണ്ടാവുന്നത്? ക്ലാസുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പുതിയ വെളിച്ചത്തിൽ കാണുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നല്ല പ്രകാശത്തിൽ കാണുക, പകൽ വേളയിൽ കാണുക, വെളിച്ചമുള്ളപ്പോൾ കാണുക, പുതിയ കാഴ്ചപ്പാടോടെ കാണുക. ഇവിടെ എവിടെയാണ് പുതിയ വെളിച്ചത്തിൽ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്? നോക്കൂ, നമുക്കറിയാവുന്ന പലതും പുതിയ വെളിച്ചത്തിൽ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടുമാവാം. അതായത് ക്ലാസിക്കുകൾ പുതിയൊരു കാര്യം പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പഴയ കാര്യങ്ങളെ പുതിയ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാര്യങ്ങളെ പുതിയ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ പുതിയൊരു ചിന്തയോടുകൂടി, പുതിയൊരു ആശയത്തോടുകൂടി. ഇവിടെ അതന്നെയല്ലേ കൊടുത്തിട്ടുള്ളത്? നോക്കൂ, പുതിയ കാഴ്ചപ്പാടോടുകൂടി കാണുക. അത് വളരെ സിമ്പിൾ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. പാരഗ്രാഫ് മനസ്സിലായവർക്ക് വളരെ പെട്ടെന്ന്. അപ്പോൾ അതിനാണ് ഞാൻ പാരഗ്രാഫ് ആദ്യത്തെ ഒരു തവണ വായിച്ചു തന്നത്, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നത്. അപ്പോൾ പാരഗ്രാഫ് ചിലപ്പോൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ സ്പീഡിൽ വായിക്കാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ചില സെൻറ്റൻസുകൾ എന്താണ് നമുക്ക് കടുകട്ടിയായിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കാത്ത കുറച്ച് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ അതിൻ്റെ ഇടയിൽ തിരികെ കയറ്റി വെക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ. ഓക്കെ, അപ്പം അത് ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ എന്താണ് അത്ര വലിയ എന്താണ് കട്ടി വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്താണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ നല്ല എന്താ പറയുക, കാമ്പുള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ, അതായത് ഈ പകൽ വെളിച്ചത്തിൽ കാണുക എന്നുള്ളത് പാരഗ്രാഫ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് മനസ്സിലാക്കിയവർക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവും. പുതിയ കാഴ്ചപ്പാടോടെ കാണുക എന്നുള്ളതാണ് എന്ത്? പുതിയ വെളിച്ചത്തിൽ കാണുക എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ അർത്ഥമാകുന്നത് പഴയൊരു കാര്യമായിരിക്കും, പഴയൊരു ചിന്തയായിരിക്കും. പക്ഷെ എന്താണ് അത് പുതിയൊരു ബോധോദയത്തിൽ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ക്ലാസിക്കുകളുടെ ഓരോ വായനയും പുനർവായനയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവ പണ്ടെപ്പോഴോ എഴുതിയതുകൊണ്ട്, ക്ലാസിക്കുകൾക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, ക്ലാസിക്കുകൾ ആദ്യമായി വായിക്കുന്നത് കൊണ്ട്, ക്ലാസിക്കുകൾ ആദ്യം വായിച്ചത് മനസ്സിലാവാത്തത് കൊണ്ട്. ഓക്കെ, ഇതിലെന്താണ് ഈ പാരഗ്രാഫിലേക്ക് നോക്കുമെന്ന് പാരഗ്രാഫിൽ അതേ കാര്യങ്ങൾ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, അവയുടെ ഓരോ വായനയും പുനർവായനയാണ്. ഓരോ കാഴ്ചയും വീണ്ടുമുള്ള കാഴ്ചയുമാണ്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ വായനയും എന്താണ്? പുനർവായനയാണ്. ഓരോ കാഴ്ചയും വീണ്ടുമുള്ള കാഴ്ചയുമാണ്. അങ്ങനെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പുതിയ ക്ലാസുകളുടെ ഓരോ വായനയും പുനർവായനയാണെന്ന് പറയുന്നതുകൊണ്ട് അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്റ്റ് ഉത്തരയിലില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ സെൻറ്റൻസ് അതേപോലെ അവിടെ ഉണ്ടായിരുന്നു. പുതിയ കാഴ്ചപ്പാടോടെ കാണുക എന്നുള്ളത് എന്താ പറയുക, അതുപോലെ തന്നെ ഈ പഴയകാല സംഭവങ്ങളെ വർത്തമാനത്തിൽ കാണുക, അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഇവിടെ എന്താണ് പുനർവായന എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? അവ പണ്ടെപ്പോഴോ എഴുതിയത് കൊണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനല്ലേ, വേറെ ഇവിടെ ഒന്ന് വട്ടിട്ട് വെക്കാം.
ക്ലാസ്സുകൾക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അതെന്താണ്? വട്ടിട്ട് വെക്കാം. ക്ലാസ്സുകൾ ആദ്യമായി വായിക്കുന്നത് കൊണ്ട്. ആദ്യമായി വായിക്കുന്നതാണ് പുനർവായന അല്ല, പുനർവായന വീണ്ടും വായിക്കുന്നത്. അതുകൊണ്ട് ആ ഉത്തരം തെറ്റാണ്. ക്ലാസ്സുകൾ ആദ്യം വായിച്ചത് മനസ്സിലാക്കാത്തത് അതെന്താണ്? അത് നമ്മളെ കളിയാക്കാൻ എഴുതിയൊരു ഓപ്ഷന്മാരുണ്ട്, അതും ഒഴിവാക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം അവ പണ്ടെപ്പോഴും എഴുതിയത് കൊണ്ട് ക്ലാസ്സുകൾക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. പുനർവായന എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടെപ്പോഴും എഴുതിയത് കൊണ്ട് ഇപ്പോൾ രണ്ടാമത് വായിച്ചു എന്ന് പറയുമ്പോൾ അത് പുനർവായന ആവൂലേ? അപ്പോൾ ഓപ്ഷനെ പരിഗണിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഉള്ളിലേക്കുള്ള ഒരു അർത്ഥം ചിന്തിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാകാൻ പറ്റുക? ക്ലാസിക്കുകൾക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കുകൾക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുള്ളതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ്? എന്തുകൊണ്ടാണ്? അതായത് ഓരോ വായനയും, അതായത് ഒരു വട്ടം വായിച്ചിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ എന്താണ്, അത് പുനർവായിക്കുന്നത്, അതായത് ഒന്നുകൂടി വായിക്കുക എന്നുള്ളതിനാണ് നമ്മളതിനെ പുനർവായിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം എന്താണ്? ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ചോദ്യമാണ്. അതായത് വലിയൊരു ടഫ് അല്ല ഒരു സിമ്പിളും അല്ല, പക്ഷെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ഛേദം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥമേത്? ഇതൊരു ടഫ് ചോദ്യമാണെന്ന് ആദ്യമേ പറയട്ടെ. പരിഷ്കാരം, ആവിഷ്കാരം, മുറിച്ചുമാറ്റൽ, പാരമ്പര്യം. വിച്ഛേദം എന്ന പദത്തിന് ശരിയായ അർത്ഥം പരിഷ്കാരം, ആവിഷ്കാരം, മുറിച്ചുമാറ്റൽ, പാരമ്പര്യം. ഇവിടെ വിച്ഛേദം എന്നുള്ള വാക്ക് എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഒന്ന് നോക്കൂ. ഇവിടെയാണല്ലേ. പൈതൃകത്തിൽ അത് വരുത്തുന്ന സവിശേഷമായ വിച്ഛേദങ്ങൾ, അതായത് ആ ഒരു ക്ലാസിക്കുകളുടെ പ്രത്യേകതകൾ പറയുന്നിടത്ത് പറഞ്ഞതാണത്. ശൈലി, പൈതൃകത്തിൽ അത് വരുത്തുന്ന സവിശേഷമായ വിച്ഛേദങ്ങൾ, ഇവയെല്ലാം നല്ലൊരു ആസ്വാദകന്റെ പരിഗണനയ്ക്ക് വിധേയമാകും. സവിശേഷമായ വിച്ഛേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിഷ്കാരം, ആവിഷ്കാരം, മുറിച്ചുമാറ്റൽ, പാരമ്പര്യം. ഒന്നും നമുക്കറിയില്ല. ഇവിടെ വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിച്ഛേദിക്കുക, കട്ട് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ഇതാണെന്നുള്ളത് എന്താണ്? നമുക്ക് പലപ്പോഴും എന്താണ് കൺഫ്യൂഷൻ വരാം. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ഛേദം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്നത് നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്നാണ് നമ്മളൊരു ചോദ്യം. നമ്മൾ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പൈതൃകത്തിൽ വരുത്തുന്ന പരിഷ്കാരം എന്നുള്ളതാണ്. ആ പരിഷ്കാരം എന്നുള്ളതാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യാം, ഈ മുറിച്ചുമാറ്റം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അവിടെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ചെയ്യുന്നു. ഇനി പാരഗ്രാഫിലേക്ക് നോക്കുമ്പോൾ പൈതൃകത്തിൽ വരുത്തുന്ന വിച്ഛേദം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൈതൃകത്തിൽ വരുത്തുന്ന വിച്ഛേദം എന്ന് പറഞ്ഞാൽ അവിടെ പരിഷ്കാരം എന്നാണ്. സ്വാഭാവികമായിട്ട് നമ്മളിത് കാണുമ്പോൾ ആ സെൻറ്റൻസ് മനസ്സിലാവുന്ന ഒരാൾ എന്ത് ചെയ്യും? പരിഷ്കാരമെന്ന് വിചാരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. വിച്ഛേദം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്ത്? ശരിക്കുള്ള അർത്ഥം എന്താണെന്നാണ് ചോദിച്ചുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം എന്താണ്? മുറിച്ചുമാറ്റൽ എന്നുള്ളതാണ്. വിച്ഛേദിക്കുക, കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിച്ഛേദം എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? മുറിച്ചുമാറ്റൽ എന്നുള്ളതാണ്. പക്ഷേ അത് പാരഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്നത് പരിഷ്കാരം എന്നുള്ള രീതിയിലാണ്. അടുത്തത്, ക്ലാസിക്കുകളുടെ സവിശേഷതയായി ലേഖകൻ കരുതുന്നത് എന്താണ്? അവ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്നതും ലളിതമായ കൃതികളുമായിരിക്കും. ഒറ്റ വായനയിൽ തന്നെ എല്ലാ അർത്ഥവും ലഭിക്കുന്നവ ആയിരിക്കും. അവ പഴയ കാലത്ത് മാത്രം പ്രസക്തമായതായിരിക്കും. പറയാനുള്ളത് തികച്ചും കഴിഞ്ഞിട്ടില്ലാത്തവയായിരിക്കും. അതായത് ക്ലാസിക്കുകളുടെ സവിശേഷതയായിട്ട് എന്താണ് കാണുന്നത്? നേരിട്ടുള്ള ഡയറക്റ്റ് ചോദ്യമാണെന്ത്? പറയാനുള്ളത് തികച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാത്തവയായിരിക്കും. ഈ പാരഗ്രാഫിൽ അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓരോ വായന, അതായത് എന്തൊക്കെയോ അതിൽ അവശേഷിപ്പിത ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ക്ലാസിക്കുകളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ലളിതമായ കൃതികളായിരിക്കും. അങ്ങനെ ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ഒറ്റ വായനയിൽ തന്നെ എല്ലാ അർത്ഥവും ലഭിക്കുന്നു? ഇല്ല, ഒരിക്കലുമല്ല. അവ പഴയ കാലത്ത് മാത്രം പ്രസക്തമായത്? ഒരിക്കലുമല്ല, എല്ലാ കാലത്തും പ്രസക്തമാണ്. ഇത് മൂന്നും ക്ലാസിക്കുകളെ സംബന്ധിച്ച് തെറ്റാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉത്തരം എന്താണ്? പറയാനുള്ളത് തികച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാത്തവയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു പാരഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരു ടഫ് ക്വസ്റ്റ്യനും ബാക്കി മൂന്നും സിമ്പിളായിട്ടുള്ള ഒരു മീഡിയം ചോദ്യമാണുള്ളത്. ഓക്കെ, അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. അപൂർവമായ പ്രപഞ്ചഭാവങ്ങളെ സങ്കല്പ ഭംഗിയിൽ മോടികൂട്ടി പൂർണ്ണമാക്കി കാണിക്കാനുള്ള സമുദ്യത്തിൽ കവികൾ ലോകത്തെ അവശ്യ പരിഷ്കാരങ്ങളിൽ പോലും വിമുഖമാക്കുന്നു എന്നൊരു വാദമുണ്ട്. ഇത് വൃഥാവാദമാണ്. സങ്കല്പ സൃഷ്ടി കൊണ്ട് മാതൃകീകരണത്തിന്
സമുദ്യമിക്കുന്ന കവികൾ സുഖമില്ലാത്തിടത്ത് സുഖവും സൗന്ദര്യമില്ലാത്തിടത്ത് സൗന്ദര്യവും ദർശിക്കുന്നു എന്നത് ഒരു അപവാദമുണ്ട്. സങ്കല്പത്തിന് ആധാരമായത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് ഗ്രഹിക്കണം. അപ്പോൾ യാഥാർത്ഥ്യം, അതിൽ നിന്ന് സങ്കല്പം, യാഥാർത്ഥ്യവും സങ്കല്പവും ചേർന്ന് കല എന്ന ക്രമത്തിൽ പോകുന്നത് കാണാം. ക്രമത്തിൽ പോകുന്നത് കാണാം. യാഥാർത്ഥ്യത്തിൽ നിന്നാണ് സങ്കല്പം ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിൽ ചിലർക്ക് വിപ്രതിപത്തി കാണുമായിരിക്കും. എന്നാൽ പരമാർത്ഥത്തെ ആധാരമാക്കാത്തതായി നമ്മുടെ മാനസിക വൃത്തികളിൽ ഒന്നും തന്നെയില്ല. പക്ഷേ പരമാർത്ഥത്തെ യഥേച്ഛം അടുക്കി രൂപാന്തരം ചെയ്യാറുണ്ട്. ഇത് കലാപരമായി മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ് കാണുന്നത്. പുഷ്പങ്ങൾ പ്രകൃതിയിൽ ധാരാളമായിട്ടുണ്ട്. എന്നാൽ പിച്ചിപ്പൂവും പനിനീർ ചെമ്പകവും താമരപ്പൂവും വേണ്ട പോലെ കലർത്തി ഒരു മാല കെട്ടാൻ യത്നിക്കുന്നത് കലാപരമായ സൗന്ദര്യം, പൂർണ്ണതയെ ആഗ്രഹിക്കുന്ന മനസ്സിന്റെ വൃത്തിയാണ്. മാല യഥാർത്ഥ പ്രതിബിംബമല്ലാത്തത് കൊണ്ട് നമുക്ക് വിശ്വാസാർഹമായി ഭവിക്കുന്നില്ല എന്ന് പറയാമോ? ഇതിൽ നിന്ന് പ്രകൃതിയിൽ നിന്നൊരു തരത്തിൽ കാണുന്നതിനെ മറ്റൊരു പ്രകാരത്തിൽ ക്രമപ്പെടുത്തി അടക്കുകയാണ് കലാധർമ്മം എന്ന് വരുന്നില്ലേ? കലയ്ക്ക് യാഥാർത്ഥ്യവും സങ്കല്പവും ഒരുപോലെ ആവശ്യമാണ്. യാഥാർത്ഥ്യത്തെ ആശ്രയിക്കാതെ സങ്കല്പത്തിന് സത്തയില്ല. സങ്കല്പവും യാഥാർത്ഥ്യവും ഇല്ലെങ്കിൽ കലയുമില്ല. പരമാർത്ഥം ആലോചിച്ചാൽ യാഥാർത്ഥ്യം സങ്കല്പമാണ്, സങ്കല്പം യാഥാർത്ഥ്യമാണ്. ഇതൊന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചും അത് മറ്റതിന് സഹായകമായും കലയിൽ പ്രത്യക്ഷപ്പെടുന്നു. യാഥാർത്ഥ്യം മാത്രമായോ സങ്കല്പം മാത്രമായോ ഒരു കലയും ഇല്ല. യാഥാർത്ഥ്യത്തിൻ്റെയും കൽപ്പനയുടെയും ഏറ്റക്കുറച്ചിലനുസരിച്ച് ഒന്നായിട്ടോ മറ്റൊന്നായിട്ടോ കണക്കാക്കുന്നു എന്ന് പറയാനുള്ളൂ. ശരിയായ സഹൃദയത്വമുള്ള ആൾക്ക് കലയിൽ പ്രത്യക്ഷപ്പെടുന്ന യാഥാർത്ഥ്യം കൽപ്പന പോലെയും കൽപ്പന യാഥാർത്ഥ്യം പോലെയും രസിക്കും. അതാണ് കല. സഹൃദയന്റെ ലക്ഷണം. അയാളെ രസിപ്പിക്കുന്നതാണ് കല. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് യാഥാർത്ഥ്യവും സങ്കല്പം, അതായത് റിയാലിറ്റിയും ഇമാജിനേഷനും രണ്ടും കൂടി മിക്സ് ചെയ്ത് വരണം എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വരുന്നതിനെ മാത്രമേ അതായത് കല എന്ന് പറഞ്ഞാൽ പാട്ട് കലയാണ്, ചിത്രകല കലയാണ്. അപ്പോൾ നമ്മളൊരു റിയാലിറ്റി മാത്രം മുൻനിർത്തി അല്ലാതെ കലയല്ല, കുറച്ചൊക്കെ എന്ത് വേണം, കുറച്ചൊക്കെ ഒരു സാങ്കല്പികമായിട്ടുള്ള കാരണം. ഇപ്പോൾ നമുക്ക് ചില സിനിമകളൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഇപ്പോൾ ഹൊറർ സിനിമകളൊക്കെ എന്താണ്, അത് യഥാർത്ഥപരമായ മാത്രം കാര്യങ്ങളല്ല, കുറച്ച് മ്യൂസിക്, കുറച്ച് ചിന്തകൾ, കുറച്ച് സംഭവങ്ങൾ, അങ്ങനെ കുറേ ഇമാജിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇമാജിനേഷനും നമുക്ക് നമ്മളെ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ എന്താണ്, അങ്ങനെയൊക്കെ രീതിയിലിരിക്കുന്നത് കല ഉണ്ടാവും. അപ്പോൾ ഈ പട്ടണത്തിൽ ഭൂതം പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ല കുറേ ഇമാജിനേഷനാണ്. പക്ഷെ നമ്മളെ രസിപ്പിക്കുന്ന ഒരു സിനിമയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, കല ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിലൊരു ക്വസ്റ്റ്യൻസിനെ നോക്കാം നമുക്ക്. യാഥാർത്ഥ്യത്തെ കലാകാരൻ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ? യാഥാർത്ഥ്യത്തെ കലയിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. യാഥാർത്ഥ്യത്തെ യഥേച്ഛം അടുക്കി രൂപമാറ്റം വരുന്നു. സങ്കല്പശക്തി കൊണ്ട് പുതിയ ലോകം സൃഷ്ടിക്കുന്നു. യഥാർത്ഥത്തെ മറക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. യഥാർത്ഥത്തെ യച്ഛേദം അടുക്കി രൂപം മാറ്റുന്നു. ഇത് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ പരമാർത്ഥത്തെ യച്ഛേദം അടുക്കി രൂപാന്തരം ചെയ്യുന്നു. അപ്പോൾ അത് അതേപോലെ ചോദിച്ചത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യഥാർത്ഥത്തെ എങ്ങനെയാണ് കലാകാരൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കവികൾ എന്ത് ചെയ്യാനാണ് ഉദ്യമിക്കുന്നത്? ലോകത്ത് ആവശ്യ പരിഷ്കാരങ്ങൾ വരുത്താൻ, സൗന്ദര്യമില്ലാത്തടത്ത് സൗന്ദര്യം ദർശിക്കാൻ, സുഖമില്ലാത്തടത്ത് സുഖം ദർശിക്കാൻ, കൽപ്പന കൊണ്ട് പ്രപഞ്ചഭാവങ്ങളെ മോടികൂട്ടി പൂർണ്ണമായി കാണിക്കാൻ. ഇതും ഏറെക്കുറെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇതവിടെ നോക്കൂ. സങ്കല്പ സൃഷ്ടി കൊണ്ട് മാതൃകീകരണത്തിന് സദ്യം വെക്കുന്ന കവികൾ സുഖമില്ലാത്തിടത്ത് സുഖവും സൗന്ദര്യമില്ലാത്തിടത്ത് സൗന്ദര്യവും ദർശിക്കുന്നു എന്നൊരു അപവാദമുണ്ട്. നോക്കൂ, ഇനി ഈ ഒരു എന്താ പറയുക, ഇത് നോക്കൂ. സൗന്ദര്യമില്ലാത്തടത്ത് സൗന്ദര്യം ദർശിക്കാൻ, സുഖമില്ലാത്തടത്ത് സുഖം കണ്ടെത്താൻ. ഇത് രണ്ടും കൂടി ഓപ്ഷനിൽ വന്നുകൊണ്ട് എന്താണ് അത് എന്താ പറയുക, ഈ ഒരു ഉത്തരത്തിന് രണ്ട് ഉത്തരങ്ങളായിട്ട് വല്ല എന്നുള്ളതുകൊണ്ട് കട്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്നും വന്നിട്ട് നമുക്ക് എഴുതായിരുന്നു. അതൊരു അപവാദമാണ്. പക്ഷെ അതിന് മുന്നേ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നോക്കൂ, ഇവിടെ നോക്കൂ. സങ്കല്പ സൃഷ്ടി കൊണ്ട് സമുദ്യമിക്കുന്ന കവികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ ലോകത്ത് ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്താൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ലോകത്ത് ആവശ്യ പരിഷ്കാരങ്ങൾ, അതായത് ലോകത്തുള്ള അതായത് നമ്മൾ ആ സമുദ്യമത്തിന് എന്നുള്ളത് എന്താണ്, ലോകത്ത് ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്താണ്, അത് ആ ഓപ്ഷനിൽ പാരഗ്രാഫിൽ നേരിട്ടില്ല. അതുകൊണ്ട് ഇത് എന്താണ്, ഇതൊരു ടഫ് ചോദ്യമാണ്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് രണ്ടും വേഗം കട്ട് ചെയ്യാം, കാരണം അതൊരു അപവാദമാണ്. പിന്നെ ഇത് നമ്മുടെ ചോദ്യത്തിൽ വരാത്തതുകൊണ്ട് അതിനെയും കട്ട് ചെയ്യാം. ഓക്കെ,
ഇപ്പോൾ ഇതൊരു ടഫ് ചോദ്യമാണ്. ലോകത്ത് അവശ്യ പരിഷ്കാരങ്ങൾ വരുത്താൻ, അതായത് ആ സെൻറ്റൻസിൻ്റെ മറ്റു രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ സദുദ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് പരിഷ്കാരങ്ങൾ വരുത്താൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, കലാപരമായ സൗന്ദര്യം എന്നാൽ എന്താണ്? സങ്കല്പശക്തിയാൽ ജനിക്കുന്നതാണ് കലാപര സൗന്ദര്യം. കലാസൗന്ദര്യം പൂർണ്ണത ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ വൃത്തിയാണ്. യഥാർത്ഥത്തിൻ്റെ ആവിഷ്കാരമാണ് കലാസൗന്ദര്യം. പ്രകൃതിയിൽ കാണുന്നതിൻ്റെ പ്രതിബിംബനമാണ് കലാസൗന്ദര്യം. കലാപരമായ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോക്കൂ, ഇവിടെ നമ്മൾ എന്താ പറയുക വായിച്ചിട്ടുണ്ടല്ലോ കലാപരമായ സൗന്ദര്യം എന്താണെന്ന്. കലാപരമായ സൗന്ദര്യം പൂർണ്ണതയെ ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ വൃത്തിയാണ്. ഇവിടെയാണ് അത് കണ്ടത് നമ്മളിതാ. കലാപരമായ സൗന്ദര്യം പൂർണ്ണതയെ ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ വൃത്തിയാണ്. ഇവിടെ നമുക്ക് ആ ഒരു സാധനം കാണാം. സങ്കല്പശക്തിയാൽ ജനിക്കുന്നതാണ് കലാപരമായ സൗന്ദര്യം. കലാസൗന്ദര്യം പൂർണ്ണത ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ വൃത്തിയാണ്. അതേപോലെ തന്നെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അത് പാരഗ്രാഫ് വായിച്ച് ഏതൊരാൾക്കും അത് ഉത്തരം എഴുതാൻ പറ്റും. അതേ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണത ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ വൃത്തിയാണെന്ത് കലാപരമായ സൗന്ദര്യം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പാരഗ്രാഫിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, സങ്കല്പത്തിന് ആധാരികമായി തന്നെയാണ് കല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സങ്കല്പത്തിന് ആധാരമായത് തന്നെയാണ് സങ്കല്പത്തിന് ആധാരമായത് തന്നെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യാഥാർത്ഥ്യത്തെ ആധാരമാക്കാതെ ഒന്നും നമ്മുടെ മാനസിക വൃത്തിയിലില്ല. സങ്കല്പശക്തി കൊണ്ട് മാത്രം സൃഷ്ടിക്കുന്നതല്ല കല. യഥാർത്ഥത്തിൽ തന്നെയാണ് കവിയും അവതരിപ്പിക്കുന്നത്. പ്രപഞ്ചഭാവങ്ങൾ അപൂർണങ്ങളാണ്. സങ്കല്പത്തിന് ആധാരമായത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് ചോദ്യം. യാഥാർത്ഥ്യത്തെ ആധാരമാക്കാതെ നമ്മുടെ മാനസിക വൃത്തിയില്ല. സങ്കല്പശക്തി കൊണ്ട് മാത്രം സൃഷ്ടിക്കുന്നതല്ല കല. യഥാർത്ഥത്തിൽ തന്നെയാണ് കവി അവതരിപ്പിക്കുന്നത്. പ്രപഞ്ചഭാവങ്ങൾ അപൂർണങ്ങൾ. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. എന്താണ്? തെറ്റാണ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് എന്താണ്? യാഥാർത്ഥ്യത്തെ ആധാരമാക്കാതെ ഒന്നും തമ്മിൽ മാനസിക വൃത്തിയിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അതായത് സങ്കല്പവും യാഥാർത്ഥ്യവും രണ്ടും മിക്സ് ചെയ്ത് വരണം. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിലെന്താണ് നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചാൽ അതിൻ്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? യാഥാർത്ഥ്യത്തെ ആധാരമാക്കാതെ ഒന്നും തന്നെ നമ്മുടെ മാനസിക വൃത്തിയിൽ, അതായത് റിയാലിറ്റി ഇല്ലാണ്ട് നമുക്ക് ഒന്നുമില്ല. റിയാലിറ്റി വേണം. ഫുള്ള് ഫാൻറ്റസിയാണ് നമുക്ക് ബോറാവും അല്ലേ? ഇപ്പോൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് ഭയങ്കര ബോറായിരിക്കും. കാരണം എന്താ? ഫുള്ള് വെറുതെ എന്ത് ചെയ്യാണ്, കുറേ അങ്ങോട്ട് ഗ്രാഫിക്സും അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ തെലുങ്ക് പടങ്ങളൊക്കെ കാണുന്നത് പോലെ അല്ലേ? അപ്പോൾ ഈ യാഥാർത്ഥ്യം അതുപോലെ തന്നെ കുറച്ച് എന്ത് വേണം, കുറച്ച് ഫാൻറ്റസിയും കൂടി ചേർന്നാൽ മാത്രം. അപ്പോൾ അത് യാഥാർത്ഥ്യത്തെ നമ്മൾ റിയാലിറ്റി ഇല്ലാണ്ട് നമുക്കൊന്നും പറ്റൂല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം. അതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, നല്ല സഹൃദയനെ രസിപ്പിക്കുന്നതാണ് കല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നല്ല സഹൃദയൻ കലയിൽ പ്രത്യക്ഷപ്പെടുന്ന യാഥാർത്ഥ്യത്തെ കൽപ്പന പോലെയും കൽപ്പനയെ യാഥാർത്ഥ്യം പോലെയും രസിക്കും. നല്ല സഹൃദയൻ യഥാർത്ഥ കലയെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയും. സങ്കല്പശക്തി ആദരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവനാണ് നല്ല സഹൃദയൻ. കലയുടെ സവിശേഷതകളെ വിശകലനം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും നല്ല സഹൃദയൻ. ഇതിൽ ഈ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോക്കൂ. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിയായ സഹൃദയത്വമുള്ള ആൾക്ക് കലയിൽ പ്രത്യക്ഷപ്പെടുന്ന യാഥാർത്ഥ്യം കൽപ്പന പോലെയും കൽപ്പന യാഥാർത്ഥ്യം പോലെയും രസിക്കും. ശരിയായ സഹൃദയത്വമുള്ള ആൾക്ക് കലയിൽ പ്രത്യക്ഷപ്പെടുന്ന യാഥാർത്ഥ്യം കൽപ്പന പോലെയും കൽപ്പന യാഥാർത്ഥ്യം പോലെയും രസിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കലയിൽ പ്രത്യക്ഷപ്പെടുന്ന യാഥാർത്ഥ്യത്തെ കൽപ്പന പോലെയും കൽപ്പനയെ യാഥാർത്ഥ്യം പോലെയും രസിക്കും. പാരഗ്രാഫ് എന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ്, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോറി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഗദ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനിയും കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 2-3 തവണ ചോദ്യങ്ങൾ വായിക്കുക, ആശയം ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആശയം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. 2-3 ആവർത്തി വായിച്ചാൽ ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ചിലർക്ക് 4-5 വട്ടം വായിക്കേണ്ടി വരും. ചിലർക്ക് ഒരു വായനയിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പാരഗ്രാഫുകളിൽ നിന്നുള്ള ഒരു മാർക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ.